എന്തായി പണി എന്നുള്ള കാര്യം ഞാൻ പറയാം. ഈ വാൽവിനാണ് തകരാറായത്. ഈ വാൽവാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ഈ പൈപ്പ് ലൈനിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം ബന്ധിപ്പിച്ച സമയത്ത് തകരാറ് വന്നപ്പോൾ അതിപ്പോൾ പുറത്തെടുത്ത് വീണ്ടും പരിഹരിച്ച് വീണ്ടും സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വാൽവ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അരുവിക്കരയിൽ നിന്നുള്ള ടാങ്ക്, അതായത് PTP എന്നുള്ള ടാങ്ക് തുറക്കാൻ സാധിക്കും. രതീഷിൻ്റെ എല്ലാം വീട് സ്ഥിതി ചെയ്യുന്ന ഈ തിരുമല, പൂജപ്പുര, ജഗതി ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കിട്ടാൻ അത് വഴിയൊരുക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും അതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല. മന്ത്രി ഇപ്പോൾ 2 മണിക്ക് എല്ലാം പൂർത്തിയാകും, ഈ വാൽവ് പൂർത്തിയാകും. അതിനുശേഷം അതിനപ്പുറത്തുള്ള ഐരാണിമുട്ടൻ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ബന്ധിപ്പിക്കുന്ന പണി പൂർത്തിയാകും. 4 മണിയോടെ എല്ലായിടത്തും വെള്ളം വൈകിട്ടോടെ എത്തും എന്നൊക്കെ പറയുന്നെങ്കിലും ആ പണി ഇപ്പോഴും ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന രീതിയിലുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. അവർ വേഗത്തിൽ തന്നെ, തൊഴിലാളികൾ വളരെ വേഗത്തിൽ തന്നെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വാൽവിൻ്റെ തകരാറ് പരിഹരിക്കുന്ന തരത്തിലുള്ള പണി ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത് വളരെ വ്യക്തവുമാണ്. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. 2 ദിവസമെല്ലാം ജനങ്ങൾ സഹിക്കും രതീഷ്. 2 ദിവസം ജനങ്ങൾ സഹിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ 2 ദിവസമായി എന്തുകൊണ്ട് ഈ വിഷയം സീരിയസ് ആയി എടുത്തില്ല എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ടാകാം. പക്ഷേ 2 ദിവസം എന്നത് ഒരു മേജർ നിർമ്മാണ പ്രവൃത്തിയാണ്. ആ നിർമ്മാണ പ്രവൃത്തി, ഒരു പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ സർക്കാർ, അല്ലെങ്കിൽ ജല അതോറിറ്റി, അതുപോലെ തന്നെ സർക്കാരെല്ലാം തന്നെ തിങ്കളാഴ്ച തന്നെ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ അതനുസരിച്ച് ഈ കുടിവെള്ളമെല്ലാം ടാങ്കിൽ ശേഖരിച്ചെല്ലാം ഇരുന്നതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഈ പണി മുന്നോട്ട് പോകാതെ തകരാറിലായി. 4-ാം ദിവസം ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കുടിവെള്ളം പൈപ്പിലൂടെ കിട്ടുന്നില്ലെന്നല്ല, ടാങ്കറിലൂടെ കിട്ടാത്ത സ്ഥിതി, കുപ്പിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഈ വീഴ്ച സർക്കാരിൻ്റെ വീഴ്ചയാണ്. അത് സർക്കാർ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിമാരെല്ലാം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇത് വീഴ്ച പറ്റി എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വെള്ളമില്ല. കുളിക്കാതെ 3-4 ദിവസം കഴിയാം, പക്ഷേ മറ്റാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വെള്ളമില്ല എന്നൊരു വലിയ ഗുരുതര പ്രതിസന്ധി. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മേയറെല്ലാം വിശദീകരിച്ചത് നഗരസഭ ചെയ്യേണ്ടതാണ്. ഇത്തരം 2 ദിവസത്തിലധികം ഈ പ്രതിസന്ധി നീളുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ടാങ്കറിൽ, യഥേഷ്ടം ടാങ്കറുകളിൽ എല്ലാ പ്രദേശത്തും, നമുക്കിപ്പോൾ 33 വാർഡുകളിലാണ് ഇപ്പോൾ ഈ കുടിവെള്ളമില്ലാത്ത പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ മേയറുടെ ഭാഷയിൽ നേരത്തെ വിശദീകരിച്ചത്, വാക്കുകളിൽ വിശദീകരിച്ചത് നമ്മൾ കേട്ടതാണ്. 18 നഗരസഭയുടെ 18 ടാങ്കറുകൾ റെഡിയാണ്. അതിന് പുറമെ ജല അതോറിറ്റിയുടെ ഏകദേശം 15-ഓളം വരുന്ന ടാങ്കറുകൾ കൂടി സജ്ജമാണെന്ന്. അതായത് ഉള്ള നഗരസഭാ വാർഡുകളിലേക്കുള്ള അത്രയും എണ്ണം ടാങ്കറുകൾ പോലും തയ്യാറല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അടിയന്തര പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്താണ് നഗരസഭ ചെയ്യേണ്ടത്? നഗരസഭ സമീപ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ സമീപ ജില്ലകളിൽ നിന്നോ വേണമെങ്കിൽ ടാങ്കറുകൾ എത്തിച്ച് വെള്ളം ഒരു തടസ്സവുമില്ലാതെ എത്തിക്കാൻ, അത് നഗരസഭാ കൗൺസിലർമാർ, മറ്റ് സന്നദ്ധ സംഘടനകളെ എല്ലാം ഇറക്കി വീടുകളിൽ കുടിവെള്ളം എത്തിക്കണമായിരുന്നു. അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. ഇനി ഇത് ചെയ്യേണ്ട നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. അത് ചോദ്യം ചെയ്യേണ്ട ആരാണ്? പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷം എന്താ ഇത് ചെയ്യേണ്ടിയിരുന്നത്? അവർ സമരത്തിനിറങ്ങി. തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. UDF ശുഷ്കമാണ് എന്നതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം കുറയുന്നില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നു. ഇന്ന് ഞായറാഴ്ച പുലർച്ചെയോടെ കുടിവെള്ള വിതരണം സാധാരണ പോലെ ആകുമെന്ന് പറയുന്നു. അങ്ങനെ നാളെ രാവിലെ കുടിവെള്ള വിതരണം സാധാരണ പോലെ ആകും എന്ന ഉറപ്പ് കിട്ടിയത് കൊണ്ട് രാത്രി 10:30 നഗരസഭയിലെ BJP കൗൺസിലർമാർ ഇന്നലെ വൈകിട്ട് വെള്ളം എല്ലാം ശരിയാകുന്നു എന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെ രാത്രി സമരം. അപ്പോൾ ഞങ്ങൾ സമരം ചെയ്ത് രാവിലെ വെള്ളം കിട്ടി എന്ന് പറയാനായിരിക്കാം എന്നാൽ രാത്രി ഏറ്റവും ഒടുവിൽ പാതിരാക്കി സമരവുമായി BJP വന്നത്. എന്നാൽ ഇവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് പൊതുജനം വിലയിരുത്തട്ടെ. ഇപ്പോൾ